കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗാരോഹണം അത് തെറ്റിപ്പോരുത്. സ്വർഗാരോപണം അങ്ങനെ മാറിപ്പോരുത്. സ്വർഗാരോഹണം കർത്താവിൻ്റെതും സ്വർഗാരോപണം മാതാവിൻ്റെതും. അത് ഇംഗ്ലീഷില് അസെൻഷൻ ഓഫ് അവർ ലോർഡ് എന്നാണ്. അസെൻഷൻ, ASCENSION, അസെൻഷൻ. അതാണ് സ്വർഗാരോഹണത്തിന്, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഇത് അസെൻഷൻ. ഇനി മാതാവിൻ്റെ സ്വർഗാരോപണം, അതിന് അസംഷൻ എന്നാണ്. ASSUMPTION, അസംഷൻ. അസംഷൻ. അപ്പം അതിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വ്യത്യാസം കൃത്യമാണ്. മലയാളത്തിൽ ചിലപ്പോൾ കുറെ പേർക്കെങ്കിലും അത് കർത്താവിൻ്റെ സ്വർഗാരോഹണം, മാതാവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയാറുണ്ട്. സ്വർഗാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിയെ പോകാൻ പറ്റുന്നതിനാണ്. മാതാവ് ദൈവമല്ല, ഈശോ ദൈവമാണ്. മാതാവ് ദൈവമല്ലാത്തത് കൊണ്ട് മാതാവിന് തനിയെ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് മാതാവിനെ മാലാഖമാരും ഈശോയൊക്കെ ചേർന്ന് ഇങ്ങനെ കൊണ്ടുപോയി സ്വർഗത്തിൽ വെച്ചു, കരകയറ്റി, സ്വർഗത്തിലേക്ക് കരകയറ്റി കൊടുത്തു. അതുകൊണ്ടാണ് അത് ആ വ്യത്യാസം. അത് ദൈവശാസ്ത്രപരമായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത്? നമുക്ക് എന്ത് രസമാണ് ഈശോ ഇവിടെ ഭൂമിയിൽ അങ്ങനെ ഇവിടെ കൂടെ വസിച്ചാൽ. അയ്യോ ഈശോ പോകല്ലേ, ഈശോയെ പോകല്ലേ, ഈശോയെ പോകല്ലേ. അപ്പോൾ ഈശോ പറയും, എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത്? ഈശോ ഇറങ്ങി വന്നതിന് അവരോഹണ തിരുനാൾ ഇല്ലെന്ന് പറയാം. അവരോഹണ തിരുനാൾ എന്നാണ്. ഇറങ്ങി വന്ന തിരുനാൾ ഏതാണ്? അവരോഹണ തിരുനാൾ ഏതാണ്? അവരോഹണ തിരുനാൾ ഏതാ? പറയൂ. അവരോഹണ തിരുനാൾ. ഈശോ ഇറങ്ങി വന്ന തിരുനാൾ ഏതാ? ഈശോ ഇറങ്ങി വന്ന തിരുനാൾ ഏതാ? പറയൂ. ഈശോ ക്രിസ്മസ്. അതാണ് ഈശോ ഇറങ്ങി വന്ന തിരുനാളാണ് ക്രിസ്മസ്. അതിന് അവരോഹണ തിരുനാൾ എന്ന് പറയാം. ഇപ്പോഴാണ് ആരോഹണം ചെയ്യുന്നത്. അപ്പം ഒരു വാട്സപ്പ് പോസ്റ്റ് ഇങ്ങനെ, അത് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാതെ തുറക്കാൻ പറ്റിയില്ല. അതിലിങ്ങനെ വീട്ടിലേക്ക് മടങ്ങുന്നു, ഈശോ വീട്ടിലേക്ക് മടങ്ങുന്നു എന്ന് ടൈറ്റിലോടുകൂടിയാണ് അത് അങ്ങനെ കണ്ടത്. അപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് പോയ തിരുനാൾ അത് ആരോഹണ തിരുനാൾ. ഭൂമിയിലേക്ക് വന്ന തിരുനാൾ ക്രിസ്മസ്, അത് അവരോഹണ തിരുനാൾ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? വന്നിട്ട് പോകണ്ടേ? ഇങ്ങനെ ഇവിടെ തന്നെ തങ്ങി നിന്നാൽ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ തങ്ങിയൊക്കെ നിൽക്കും. അവിടെ വീട്ടിലേക്കൊന്നും ചിലപ്പോൾ പോവില്ല, വഴികയിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കും. ഈശോയ്ക്ക് അത് പറ്റില്ല. ഈശോ ഒരു ദൗത്യത്തിന് വേണ്ടി വന്നതാണ്. ഈശോ ആ ദൗത്യം കഴിഞ്ഞിട്ട് ഈശോയ്ക്ക് തിരിച്ചു പോകണം. അപ്പം എന്തുകൊണ്ടാണ് ഈശോ പോകുന്നത്? ഗോ ബിയോണ്ട് ദ ബോഡി. ഇല്ല, ബോഡിയിൽ ഈശോ മനുഷ്യനായി, പക്ഷെ ഈശോ ദൈവമാണ്. എത്ര നാൾ അങ്ങനെ നിൽക്കും? ഈശോയ്ക്ക് ദൈവത്വത്തിലേക്ക് തിരിച്ചു പോകണ്ടേ? ഈശോ ദൈവമാണ്, പരിപൂർണ്ണ മനുഷ്യനുമാണ്. പക്ഷെ ആ പിതാവിന്റെ മഹത്വത്തിലേക്ക്, പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോകണം. പോകാതിരിക്കാൻ പറ്റില്ല.
പോകണം. 40 ദിവസം കഴിഞ്ഞാൽ ചെല്ലണം. അപ്പൊ അതാണ് ഈശോ. അപ്പം ഗോ ബിയോണ്ട് ദ ബോഡി, ബോഡിയിൽ നിന്ന് അതിനപ്പുറത്തേക്കുള്ള, അങ്ങനെ സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് ഈശോ. ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഈശോ അപ്പുറത്ത്, അതിനപ്പുറമാണ് ഈശോ. അതുകൊണ്ട് ഈശോ പോകണം. ഇനിയും ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതും മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നീയും സ്വർഗത്തിൽ വരണം, കുഞ്ഞെ നീയും സ്വർഗത്തിൽ വരണം എന്ന് ഈശോ പറയുകയാണ്. ഞാൻ കാണിച്ചു തരികയാണ്, നിങ്ങളും സ്വർഗത്തിൽ വരണം, സ്വർഗത്തിൽ വരണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഈശോ ഞാൻ പോകുന്നത് നല്ലതാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ തരാൻ. ഞാൻ പോകുന്നത് നല്ലതാണ്, പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണമെങ്കിൽ ഈശോ പോകണം. കാരണം അത് അങ്ങനെയാണ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണം. ഇപ്പം ട്രാൻസ്ഫറിന്റെ ഒക്കെ സമയമാണ്, സിസ്റ്റർമാരൊക്കെ ട്രാൻസ്ഫർ ആകുകയാണ്. അപ്പോൾ കോൺവെന്റിൽ അയ്യോ സിസ്റ്ററെ പോകല്ലേ, സിസ്റ്റർ ഇവിടെ നല്ലതായിരുന്നു, സിസ്റ്റർ ഇവിടെ നിൽക്ക് സിസ്റ്ററെ എങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പോകണം, സിസ്റ്റർ പോകണം, അടുത്ത ദൗത്യം ചെയ്യാൻ. കാരണം പരിശുദ്ധാത്മാവിന് നൽകുന്ന എന്തിനാണ്? അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ആത്മാവിനെ നൽകാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിനെ നൽകാൻ വേണ്ടി. ചടഞ്ഞു ഇരിക്കാനാണെങ്കിൽ അവിടെ ഇരുന്നു. പക്ഷെ സുവിശേഷ വേല ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ ഈശോ നീ പോയിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ താ എന്ന് പറയണം. പോകല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ തരണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോ ഈശോ പോകുന്നത് പരിശുദ്ധാത്മാവിനെ നൽകാം. വേറൊരു കാര്യത്തിന് വേണ്ടി കൂടിയാണ് ഈശോ പോയത്. എന്ത് തരാൻ വേണ്ടിയിട്ടാണ് പോയത്? വേറൊരു കാര്യം കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഈശോ പോയത്. ഓക്കെ, അത് മുന്നേ പറഞ്ഞല്ലോ. നീയും സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അനേകം വാസസ്ഥലങ്ങളുണ്ട് അല്ലേ? അത് നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ 2ാമത്തെ പോയിന്റായിട്ട് പറഞ്ഞു. 3ാമത്തെ പോയിന്റ് പരിശുദ്ധാത്മാവിനെ നൽകാൻ. 4ാമത്തെ പോയിന്റ് ഒരു കാര്യം നമുക്ക് തരാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഈ തിരുനാൾ കഴിയുമ്പോൾ അടുത്ത ആഴ്ച പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ. അപ്പോൾ കറക്റ്റായി പരിശുദ്ധാത്മാവിനെ തരാൻ പോകുന്നു, തരുന്നു. ഇനിയും അത് കഴിഞ്ഞ പരിശുദ്ധ ത്രിത്വത്തിന് തിരുനാൾ. അത് കഴിഞ്ഞൊരു തിരുനാളുണ്ട്, തിരുഹൃദയ തിരുനാൾ. അതിനിടയ്ക്കൊരു തിരുനാളുണ്ട്. അതേത് തിരുനാളാണ്? അതേത് തിരുനാൾ? 5 തിരുനാളുകളാണ് ഇനി അടുപ്പിച്ചു വരുന്നത്. സ്വർഗാരോഹണ തിരുനാൾ, പെന്തക്കോസ്താ തിരുനാൾ, പരിശുദ്ധ ത്രിത്വത്തിന് തിരുനാൾ, 4ാമത്തേത് വിട്ടുകളഞ്ഞിട്ട് അവസാനത്തേത് പരിശുദ്ധ ഹൃദയത്തിന്റെ തിരുനാൾ. 4ാമത്തേത് ഏതാണ്? അതല്ല, അത് നിത്യജീവൻ കാണാൻ പറ്റില്ല. പക്ഷെ ഈശോ തന്ന കാര്യം കാണാൻ പറ്റും. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അതൊക്കെ പഠിക്കണം. എത്ര വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ആചരിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞ് 40ാം ദിവസം സ്വർഗാരോഹണം, അത് കഴിഞ്ഞിട്ട് പിന്നെ 4 തിരുനാൾ കൂടി. അത് പഠിക്കണം. നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം പരിശുദ്ധ കുർബാന ഈശോ പോയാലേ പരിശുദ്ധ. ഈശോയ്ക്ക് പരിശുദ്ധ കുർബാനയായിട്ട് ഇവിടെ ഇരിക്കാനും പിന്നെ ഈശോയും ഇങ്ങനെ നിൽക്കാനും അങ്ങനെ പറ്റില്ല. പോയാലേ പരിശുദ്ധ കുർബാന തരാൻ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ജീവൻ, നിങ്ങൾ നന്നായിട്ട് ഇവിടെ ജീവിക്കാൻ സ്വർഗത്തിലേക്കുള്ള പാഥേയമായി പരിശുദ്ധ കുർബാന തരാം. അപ്പം അതിന് ഗോ ബിയോണ്ട് ദ ബോഡി, അതായത് ഈശോ ശരീരത്തിൽ അങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പുറത്തെ അത് കഴിഞ്ഞിട്ട് ഈശോ പോകണം, സ്വർഗത്തിലേക്ക് പോകണം. ഇനി ഈശോ ഈ പരിശുദ്ധ കുർബാന തരാൻ വേണ്ടി പോയി എന്നതിനെ ഗോ ഇൻ ടു ദ ബോഡി, അതായത് ശരീരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈശോ പോയത്. നമ്മുടെ ശരീരത്തിലേക്ക് പരിശുദ്ധ കുർബാനയായി വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈശോ പോയത്. നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ വേണ്ടി കൂടിയാണ് പോയത്. അവിടെ ആഗ്നസ് പള്ളിയിൽ ഷൊർണൂര് ഇന്ന് ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പോൾ ഒരു 10 കുട്ടികളുണ്ട്. ഒരു കുട്ടിയുടെ വീട്ടിൽ ഇന്നലെ സായാഹ്നത്തിൽ പോകാനിടയായി. അപ്പം അവളോട് ചോദിച്ചു, എത്ര നാൾ കൂടുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കും? അവൾ പറയാണ്, 1 ആഴ്ച കൂടുമ്പോൾ. ഞാൻ 1 മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്യും. ഈശോ പരിശുദ്ധ കുർബാന തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിന്റെ ഉള്ളിൽ വസിക്കാൻ, പരിശുദ്ധ കുർബാനയായി വസിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പോയത്. എന്നിട്ട് നമുക്ക് കുമ്പസാരോ ഇല്ല, കുർബാനയില്ല.
അതാണ്. അപ്പോൾ നമ്മൾ ഈ സ്വർഗാരോഹണ തിരുനാൾ എന്തിനാണ് നമ്മൾ നിത്യജീവൻ എന്നൊക്കെ പറയുമ്പോൾ, നിത്യജീവൻ വിലയുള്ള സംഭവം കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അങ്ങനെ വെറുതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലെ അല്ല. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. ഇനി നിങ്ങൾക്ക് വലിയ വിപത്തിൽ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ പെടുകയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞൊരു കാര്യമാണ്, രണ്ടാമത്തെ കാനനാണ് ഞാൻ എപ്പോഴും ചൊല്ലുന്നത്, പരിശുദ്ധൻ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന. അത് പേജ് നമ്പർ 21 അതില് ആകയാൽ കർത്താവെ, പേജ് നമ്പർ 23 ആകുമ്പോഴേക്കും വിശ്വാസത്തിന്റെ രഹസ്യം കഴിയുമ്പോൾ, ആകയാൽ കർത്താവെ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ 5 കാര്യങ്ങൾ പറയാറുണ്ട്, 3 കാര്യങ്ങളോട് ചേർത്ത് പറയണം. അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശ് മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. കാരണം ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമോ എന്തെങ്കിലും പരീക്ഷയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. ഈശോയുടെ മനുഷ്യാവതാരത്തെ പ്രതി, ഈശോയുടെ പീഡാസഹനത്തെ പ്രതി, ഈശോയുടെ കുരിശുമരണത്തെ പ്രതി, ഈശോയുടെ ഉയർപ്പിനെ പ്രതി, ഈശോയുടെ സ്വർഗാരോഹണത്തെ പ്രതി കർത്താവെ എനിക്കത് തരണേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഈ 5 രഹസ്യങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് തരാതിരിക്കാൻ പറ്റുകയില്ല. അതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.